ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2381. ഇന്ന് ജൂലൈ മാസം 8-ാം തീയതി, 189-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു തന്റെ പ്രസംഗം ആരംഭിച്ചത് എങ്ങനെയായിരുന്നു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് അതിന്റെ 15-ാമത്തെ തിരുവചനത്തില് അതൊന്നും കൂടി ഒന്ന് കണ്ടെത്തേണ്ടതാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് യേശു അർത്ഥമാക്കിയത്? ജനങ്ങൾ തങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു. ശിഷ്യന്മാർ പോലും അധിക പങ്കും രാഷ്ട്രീയപരമായി ഒരു രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചു, ഒരു രാജ്യം സ്ഥാപിക്കുമെന്ന്. യേശുവിന്റെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമായിരുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്ന സദ്വാർത്തയാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അത് സ്വയം ദാനം ചെയ്യുന്ന സ്നേഹത്തിലാണ് അടിയുറച്ചിരിക്കുന്നത്. മനുഷ്യനെ അടിമയാക്കുന്ന സകല ശക്തികളിലും സംവിധാനങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്നതാണ് ദൈവരാജ്യം. അത് മനുഷ്യൻ പിടിച്ചടക്കുന്നതോ കെട്ടിപ്പടുക്കുന്നതോ അല്ല, ദൈവം ദാനമായി നൽകുന്നതാണ്. ദൈവം തന്റെ ഭരണം ഭൂമിയിൽ നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് യേശു പ്രഘോഷിച്ചത്. ആ ഭരണമാവട്ടെ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനുഷ്യരെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തുന്നതിലൂടെ സകല മനുഷ്യരെയും ആ രാജ്യത്തിലെ കുമാരന്മാരും കുമാരികളുമായി ദത്തെടുക്കുന്നതിലൂടെ ദൈവഹിതം സ്വന്തം ജീവിതത്തിന് മാനദണ്ഡമായി സ്വീകരിക്കുന്നവരുടെ ഹൃദയങ്ങളിലാണ് ഇത് ആരംഭിക്കുന്നത്. അത് പതിയെ അത്തരം ഹൃദയങ്ങളുടെ ഒരു കൂട്ടായ്മ വളർന്നു വരും. നീതിയും സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവും ഇങ്ങനെയുള്ള മൂല്യങ്ങളിലൂടെയാണ് ദൈവരാജ്യം ദൃശ്യമാകുന്നത്. ദൈവഹിതം പൂർണ്ണമായി നിറവേറുന്നിടത്ത് ഈ മൂല്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. എല്ലാവിധ ഭയത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യൻ സ്വതന്ത്രനാവും. മനുഷ്യർ പരസ്പരം സഹോദരങ്ങളായി അംഗീകരിക്കും. ശത്രുതയും മത്സരവും ആധിപത്യ പ്രവണതയും ഒഴിവാകും. നീതിയിലും സ്നേഹത്തിലും അടിയുറച്ച് വിശ്വസിക്കും. ഇതാണ് ദൈവരാജ്യം. ഇതാണ് യേശു പ്രഘോഷിച്ചത്. യേശുവിന്റെ ഭക്തന്മാരുടെ സമൂഹം എവിടെയാണ്? യേശുവിന്റെ ശിഷ്യന്മാരുടെ സമൂഹം എവിടെയാണ്? യേശു ആഗ്രഹിച്ച, പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിവെച്ച ദൈവരാജ്യം എന്ന സങ്കല്പവും സ്വപ്നവും ഒക്കെ അവിടെ തന്നെ പൊലിഞ്ഞു. വെറുതെ അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചപ്പോൾ ഉണ്ടായ ഒരു വേവലാതി നല്ല പുല്ലരി എന്ന് പങ്കുവെച്ചതാണ്. കുറെ കൂടി മനുഷ്യനായി മാറുവാൻ തന്നെയല്ലേ അവിടുന്ന് ഉദ്ദേശിച്ചത്? അതല്ല എന്റെ ജീവിതത്തിൽ ഇതുവരെയും സംഭവിക്കാതെ പോയതും പോകുന്നതും കുറെ കൂടി നല്ലൊരു മനുഷ്യനായി മാറാം. ആമേൻ.